ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നമ്മുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വീട്ടിൽ ഒരു നല്ലോണം എളുപ്പമായിട്ട് ഒരു റീചാർജ് ചെയ്യാൻ ഒരു എമർജൻസി എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ചിലവ് നോക്കിയിട്ട് എളുപ്പമായിട്ടുള്ള രീതിയാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതിനാവശ്യം ഒരു PVC പൈപ്പിന്റെ ചെറിയ കഷ്ണം, പിന്നെ അതിനെ രണ്ട് ഭാഗത്തും അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് അടപ്പുകൾ, നല്ലോണം ഫിറ്റായി നിൽക്കുന്ന തരത്തിലുള്ള രണ്ട് അടുപ്പുകൾ, പിന്നെ നമ്മുടെ ആ ചെറിയ സർക്യൂട്ടും, ഒരു റീചാർജ് ചെയ്യാൻ വേണ്ട ബാറ്ററിയും, ഒരു ലൈറ്റ്, സ്വിച്ച്, ഒരു സോക്കറ്റ്, DC സോക്കറ്റ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമുള്ള സ്ട്രക്ചർ എന്നുവെച്ചാൽ ഇതിൻ്റെ PVC പൈപ്പ് ഇതാ, അതാ ഈ PVC പൈപ്പ്, പിന്നെ അതാ രണ്ടടപ്പും. PVC പൈപ്പ് ഞാനൊരു പേപ്പർ വെച്ചൊന്ന് കവർ ചെയ്തിട്ട് ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ അടപ്പ് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ ഒട്ടിച്ചേക്കുക. പിന്നെ രണ്ടാമത്തെ അടപ്പ് ഇതാ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുക. ടൈറ്റ് ആയിക്കണം, ടൈറ്റ് ആയിട്ട് എന്നിട്ട് ഒട്ടിക്കുകയും ചെയ്യുക. ഇവിടെയാണ് നമ്മളുടെ ചാർജിങ് സോക്കറ്റ്, ഇവിടെ ഒരു തോട്ടിട്ട് ആ സോക്കറ്റ് അവിടെ വെക്കുകയും ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ലൈറ്റ് നമ്മൾ വെക്കും. അപ്പോൾ എന്നിട്ട് അത് പശ വെച്ച് ഒട്ടിക്കുക. പിന്നെ നമ്മൾ ഇവിടെ ഒരു തുള ഒളിച്ചിട്ട് നമ്മുടെ സ്വിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ സർക്യൂട്ട് വെക്കാം. അപ്പോൾ നമുക്ക് അതിനെ ലൈറ്റിൻ്റെ പോസിറ്റീവ് വയറിലേക്ക് നമ്മുടെ സ്വിച്ച് കണക്ട് ചെയ്യാം. ആ സ്വിച്ചിൽ നിന്ന് ചെറിയൊരു വയർ കൂടി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ സോക്കറ്റിൻ്റെ പോസിറ്റീവ് വയറും നമ്മുടെ ഇപ്പോൾ നമ്മൾ വെച്ചാൽ ലൈറ്റിൻ്റെ പോസിറ്റീവ് വയർ എന്ന് വെച്ചാൽ ആ സ്വിച്ചിൽ നിന്ന് ബാക്കി പുറത്തേക്ക് വരുന്ന ആ വയറും നമ്മൾ ബന്ധിപ്പിക്കുക. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെ നെഗറ്റീവ് വയറും സോക്കറ്റിൻ്റെ നെഗറ്റീവ് വയറും തമ്മിൽ ബന്ധിപ്പിക്കുക. എന്നിട്ട് ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ബാറ്ററിക്ക് ഈ രണ്ട് പോസിറ്റീവും നെഗറ്റീവും വയറുകൾ നേരെ നമ്മുടെ ബാറ്ററിക്ക് കൊടുക്കുക. ഇത്ര വളരെ സിമ്പിളാണ് നമ്മുടെ സർക്യൂട്ട്. അപ്പോൾ ഇനി ഈ സർക്യൂട്ടിനെ നമുക്ക് നമ്മുടെ PVC പൈപ്പും നമ്മുടെ അളപ്പൊക്കെ എടുത്ത് വെച്ചില്ലേ അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ലൈറ്റ്. എന്താ ഇവിടെ മുന്നിൽ നമ്മൾ ലൈറ്റ് വെച്ചു, അവിടെ ഞാൻ സ്ക്രൂ ചെയ്ത് വെക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ പശ വെച്ച് ഒട്ടിച്ചാലും മതി. പിന്നെ എന്താ ഇവിടെ ഓട്ടോ പോലത്തെ സ്വിച്ച് വെച്ചു. പിന്നെ ഈ അടപ്പ് ഞാൻ മാറ്റിയിട്ടുണ്ട്, കാരണം എൻ്റെ അടപ്പ് ഞാൻ ഓട്ടോ ഇടുമ്പോൾ പൊട്ടിപ്പോയി. പിന്നെ ഇതാ ഇവിടെ സോക്കറ്റ് പുറത്തേക്കുന്നുണ്ട്. അപ്പോൾ നല്ല എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള സർക്യൂട്ട് കാണിച്ചത്. ഇനി നിങ്ങൾക്ക് ഇതിന് ഇൻഡിക്കേഷൻ, ലൈറ്റ് ഇൻഡിക്കേഷൻ വേണമെങ്കിൽ അത് വെക്കാം കേട്ടോ. അതിന് വേറെ സർക്യൂട്ട് ഉണ്ട്. അത് ഞാൻ വല്ലാതെ അധികം സർക്യൂട്ടൊന്നും വേണ്ടല്ലോ വെച്ചിട്ടാ, കാരണം ഇത് നല്ലോണം എളുപ്പമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ചാർജ് കയറിണ്ടെന്ന് നമുക്ക് ലൈറ്റ് ഇൻഡിക്കേഷന് പകരം ഉറപ്പാക്കാനൊരു വഴിയുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഞാനിപ്പോൾ പറഞ്ഞ സർക്യൂട്ടിലാണെങ്കിൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ചാർജ് കയറ്റി വെക്കുക. അപ്പോൾ ലൈറ്റിന്റെ ബ്രൈറ്റ്നെസ് കൂടിയിട്ടുണ്ടെങ്കിൽ ചാർജ് കയറുന്നുണ്ട്. അത്ര എളുപ്പം. ആ ലൈറ്റ് ഇൻഡിക്കേഷന്റെ അധികം ആവശ്യം വേണമെന്ന് തോന്നിയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വളരെ നിർദ്ദേശം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ബൈ.